ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു വാക്യത്തിൽ നിന്ന് അടയൻ്റെ ഈ ചെറിയ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സങ്കീർത്തനം 34 അധ്യായത്തിൻ്റെ 10 വാക്യം. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുക എന്നൊക്കെ ഉള്ള സബ്ജക്റ്റിനെ പറ്റി വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ഒരു വാക്യം കൂടിയാണിത്. അതായത് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. ഹല്ലേലൂയ. സിംഹങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു മൃഗമാണെന്ത്? സിംഹം, അല്ലേ? ഇവയ്ക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഇവ എന്ത് ചെയ്യും? ഇര പിടിച്ചതിന് ശേഷമാണ് അവ ഭക്ഷണം കഴിക്കുക. അതായത് അവ എപ്പോഴും ഇര പിടിക്കാൻ വേണ്ടി ദൈവം അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട മൂർച്ചയുള്ള അതായത് പല്ലുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ബുദ്ധിയുള്ള മൃഗമാണ് എന്ത്? സിംഹം എന്നൊക്കെ പറയുന്നത്, അല്ലേ? അതായിരിക്കും ഒരു പക്ഷെ അത് കാട്ടിലെ രാജാവായി മാറിയത്. ഭയങ്കര ബ്രേവ് മൈൻഡാണ്. ആമേൻ, സ്തോത്രം, അല്ലേ? എന്തും നേടിയെടുക്കാം, അല്ലെങ്കിൽ എന്താണ്, എന്നെ കണ്ടാൽ മറ്റുള്ളവർ പേടിക്കും, ഒരു അലർച്ചലോടുള്ളൊരു സൗണ്ടും ഉണ്ട് അതുങ്ങൾക്ക്. ഹല്ലേലൂയ, സ്തോത്രം, അല്ലേ? ശത്രുവിനെ പേടിപ്പിക്കാൻ. അപ്പം ദൈവത്തിൻ്റെ വചനം പലയിടങ്ങളിലും സിംഹങ്ങളെ ആയിട്ട് സദൃശ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, സദൃശ്യവാക്യം 28 അധ്യായം 28 അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അതായത് നീതിമാന്മാർ ബാലസിംഹം പോലെ നിർഭയം വസിക്കും. അതായത് ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ. എന്തുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ പറയുന്നത്? ബാലസിംഹം പോലെ നിർഭയം വസിക്കും. എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ദൈവം വചനം അവിടെ അങ്ങനെ പറയുന്നത്? ബാലസിംഹങ്ങൾക്ക് എപ്പോഴും ഇര കിട്ടും. ആമേൻ, സ്തോത്രം. അവരുടെ അച്ഛൻ സിംഹം ആയാലും അമ്മ ആയാലും അതുങ്ങൾക്ക് ആവശ്യം, മക്കൾക്ക് അല്ലെ ബാലസിംഹങ്ങൾക്ക് ആവശ്യമായ ഇരകളെ കൊടുക്കും, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. സദൃശ്യവാക്യം 28. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോവും, നീതിമാനോ ബാലസിംഹം പോലെ. ഇപ്പം നിർഭയം, ഭയം കൂടാതെ കാട്ടിൽ വസിക്കുന്ന ഒരു ജന്തുവാണ് എന്ത്? ഇതെന്ന് പറഞ്ഞ സിംഹം എന്ന് പറഞ്ഞ ബാലസിംഹങ്ങളും അവ എന്താണ്? നിർഭയമായിട്ട് വസിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവവചനം പറയുന്നത് അങ്ങനെ നിർഭയമായി വസിക്കുന്ന ബാലസിംഹങ്ങൾക്കും ചില സാഹചര്യങ്ങളിൽ ഇര കിട്ടാതെ ഇരിക്കും. ആമേൻ, സ്തോത്രം. അപ്പം എപ്പോഴും അവർക്ക് ഇര പിടിച്ചിട്ട് അവരെന്ത് ചെയ്യും? കഴിക്കുന്ന ഒരു ജന്തുവിന് അവരുടെ ജീവിതത്തിലും അതും ഇമ്പോസിബിൾ ആവുന്ന ഒരു കാലഘട്ടം വരുമ്പോഴും യഹോവയെ അന്വേഷിക്കുന്ന എനിക്കും നിനക്കും ഒരു നന്മയ്ക്കും കുറവില്ലെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ സിംഹത്തെ എന്താണ് പത്രോസിൽ ദൈവവചനത്തിൽ പറയും, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു. അപ്പം ഇവയുടെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ഇര പിടിച്ച് അവ വിഴുങ്ങി എന്ത് ചെയ്യുന്നത്? ജീവിക്കണം എന്നുള്ള ഒരു ഇതിവർക്ക് ഉള്ളതാണ്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇവിടെ ബാലസിംഹങ്ങളും. അപ്പം നമ്മുടെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ കഴിവുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. നമ്മുടെ കൂടെ പഠിച്ചവരായിക്കൊള്ളട്ടെ, അല്ലേ? അവരെല്ലാം നമ്മൾ ചിന്തിക്കും അവർക്ക് എല്ലാം കൊണ്ടും തികഞ്ഞവരാണ് ഈ ലോകത്ത്. സ്തോത്രം, അല്ലേ? ഇന്നത്തെ ഓരോ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം ബലവാന്മാരും ബലമുള്ള ആൾക്കാരും കഴിവുള്ളവരും ഒക്കെയുള്ള ഈ ലോകത്തും ഒന്നിനും കൊള്ളാത്ത നമ്മളെ ദൈവം ഇവിടം വരെ എത്തിച്ചതിന് നമുക്ക് ദൈവത്തിന് സ്തുതിക്കേണ്ടേ. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുമില്ലാത്ത ആകെ നമ്മൾ ചെയ്യുന്നത് രാവും പകലും ക്രിസ്തുവിനെ അന്വേഷിക്കുക, ജനിക്കാനിരിക്കുന്ന തലമുറയോട് അവൻ ചെയ്ത അത്ഭുതങ്ങളെയും അവൻ്റെ വലങ്കയുടെ വീരപ്രവൃത്തികളെയും നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആമേൻ, സ്തോത്രം. നീതിമാൻ്റെ സന്തതി അപ്പത്തിനരക്ക് നമ്മൾ കാണുകൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക, അല്ലേ? കാരണം യഹോവയെ അന്വേഷിക്കുന്ന ഒരു തലമുറയാണിത്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് കഴിവുള്ളവർക്കും അവസരങ്ങൾ കിട്ടാതിരുന്നിട്ടും അവർക്ക് കിട്ടാതിരിക്കുമ്പോൾ, പഠനം വെച്ച് നോക്കുമ്പോൾ കിട്ടാതിരിക്കുമ്പോൾ, നമുക്ക് ഒന്നും അറിയത്തില്ലാത്ത നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇത്രത്തോളം നടത്തിയ വൻകൃപകളെ ഓർക്കുക. ഹല്ലേലൂയ, സ്തോത്രം.
ഇപ്പം കഴിവുള്ളവർക്കും അവരുടേതായ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്കുള്ളൊരു പ്രതിഫലമാണ് എന്ത്? ഒരു നന്മയ്ക്കും ദൈവം കുറവ് വരുത്തുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കുക? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ക്രിസ്തുവിനെ അന്വേഷിക്കണം. ദൈവവചനത്തിൽ പലയിടങ്ങളിലും ദൈവത്തെ അന്വേഷിപ്പിൻ, ദൈവം അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ, അല്ലേ? യെശയ്യാവിൽ പറയുകയാണ്, അവൻ യഹോവ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. നിർബന്ധമായിട്ടും ദൈവമക്കൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരു പ്രതികൂലത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ, പ്രതിസന്ധിയിൽ വരുമ്പോൾ, നീ തോറ്റിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നീ ചെയ്യേണ്ട കാര്യം നസറാനായ യേശുവിനെ അന്വേഷിക്കുക എന്നുള്ളതാണ്. ആമേൻ, സ്തോത്രം. അല്ലേ? എല്ലാ വഴികളും മുട്ടിപ്പോകുമ്പോൾ മാത്രമല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത്. ആമേൻ. ഇതിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുവാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ 110 സങ്കീർത്തന സദൃശവാക്യം 8:17 ഇപ്രകാരം പറയും, എന്നെ ജാഗ്രതയോടെ അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്തും. വെറുതെ അല്ല, അല്ലെങ്കിൽ നമ്മുടെ കാര്യം സാധിപ്പാൻ മാത്രമല്ല ദൈവത്തെ അന്വേഷിക്കണ്ടേ. നീ പൂർണ്ണ ഹൃദയം മനസ്സ് വെച്ച് ജാഗ്രതയോടെ ഒരു കാര്യം ചെയ്താൽ ലഭിക്കുന്നത് പോലെയാണ് യേശുവിനെ അന്വേഷിക്കേണ്ടത്. ഹല്ലേലൂയ. സങ്കീർത്തനം 105:4 യഹോവയുടെ ബലത്തെ തിരവീൻ. അവൻ്റെ മുഖം നിരന്തരം അന്വേഷിക്കണം. നമ്മൾ തിരയുക, ദൈവത്തെ അന്വേഷിക്കുക. ആമേൻ, സ്തോത്രം. അപ്പോൾ ഒരു ദൈവം അല്ലെങ്കിൽ ഏതാ സത്യദൈവം എന്ന് അറിയാൻ വയ്യാതെ തിരയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ദൈവവചനം നിങ്ങളോട് സംസാരിക്കണം. യഹോവയെ അവൻ്റെ ബലത്തെയും തിരവി. നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അവൻ സർവശക്തനായ ദൈവമാണ്. ആമേൻ, സ്തോത്രം. 1 ദിനവൃത്താന്തം 16:11 ഇപ്രകാരം പറയാണ്, യഹോവയെ അവൻ്റെ ശക്തിയെയും തേടുവിൻ, അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ജീവിതത്തിൽ പ്രതിസന്ധിയാൽ മടുത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ട് ഒരു ഉയർച്ച വരാതിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഏത് തീരുമാനം എടുക്കണമെന്ന് അല്ലെങ്കിൽ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആമേൻ, സ്തോത്രം. നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ട പരിശുദ്ധാത്മാവിന് കൺഫ്യൂഷൻ ഇല്ല. ആമേൻ, അവൻ സ്ഥിരമാനസനാണ്. ഹല്ലേലൂയ. അവൻ നമ്മളെ അവൻ്റെ വഴികളിൽ സ്ഥിരപ്പെടുത്തുവാൻ ശക്തനാണ്. ആമേൻ. നീ ഇന്ന് അവനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നീ അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ഇന്ന് പലതിൻ്റെയും പിറകെ പോകുന്ന എത്ര സമയം ചെലവഴിച്ചിട്ടും ആമേൻ, എത്രമാത്രം പൈസകളെ മുടക്കി ആ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഹല്ലേലൂയ, അന്വേഷിക്കേണ്ടവനെ അന്വേഷിക്കുക. അവൻ നിൻ്റെ പടകിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിൻ്റെ പ്രതിസന്ധികളെ മറികടപ്പാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ബാലസിംഹങ്ങളും ആമേൻ, സ്തോത്രം, കഴിവുള്ളവർക്ക് അവസരങ്ങൾ ലഭിക്കാതെ ഈ ലോകം മാറും. ഹല്ലേലൂയ. ഇന്ന് നീ ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാം ഉണ്ട്. അങ്ങനെയല്ല പ്രിയ സഹോദരങ്ങളെ. ആമേൻ, യഹോവയെ അന്വേഷിക്കാനുള്ളൊരു മനസ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവനൊരു നന്മയ്ക്കും കുറവില്ലെന്നാണ് ദൈവവചനം പറയുന്നത്, അല്ലേ? യഹോവയെ എപ്പോഴും നമ്മൾ അന്വേഷിക്കണം. ആമേൻ, സ്തോത്രം. അവനായി കാത്തിരിക്കണം. അവൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കോഴി അടയിരിക്കുന്നത് പോലെ ആമേൻ, നല്ല ഒരു പ്രതീക്ഷയോടെ എൻ്റെ ലൈഫിൽ നല്ലതേ നടക്കൂ എന്നുള്ളൊരു പ്രത്യാശയോടെ ആ മുട്ട വിരിയുന്നവിടം വരെ ആ അമ്മക്കോഴി അതിലെന്ന് ചൂട് നൽകുന്നത് പോലെ ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനപ്രകാരം നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം, അവൻ്റെ ശബ്ദം കേൾക്കുന്നവിടം വരെ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ലൈഫിലൊരു പ്രതീക്ഷയുണ്ട്. ആമേ, പ്രതീക്ഷ അറ്റവർക്കൊരു പ്രതീക്ഷ ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ വിടിവിപ്പാൻ ശക്തനാണ്. അവൻ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ മാറ്റിപ്പറയാൻ മനുഷ്യനല്ല. ആമേ, ഈ നാളുകളിൽ പ്രതിസന്ധിയാ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് ക്രിസ്തുയേശു നമ്മളോട് സംസാരിക്കുകയാണ്. നീ എന്നെ അന്വേഷിക്കുക. ആമേ, സ്തോത്രം. അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കാണാതെ പോയെന്നല്ല, നിൻ്റെ ആ മനസ്സാണ് ദൈവം നോക്കുന്നത്. ആമേ, സ്തോത്രം. ഇന്ന് അനേകരെ തേടി സ്വീകരിപ്പാൻ 2 കരവും നീട്ടിയിരിക്കുകയാണ് നസ്രാനായ യേശു. ആമേ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രതിസന്ധിയുടെ വാക്കിൽ ദൈവവചനം പറയുന്നവർ, ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ആമേ, ഇന്ന് കണ്ണുനീരോടെ ഒരു നിലവിളിയോടെ ശബ്ദത്തോടെ ഉയർന്ന് ദൈവത്തെ വിളിപ്പാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും നിനക്ക് മറുപടി തരിക തന്നെ ചെയ്യും. ആമേ, നിൻ്റെ മുട്ടുകളെ മടക്കി ഹല്ലേലൂയ, ഹൃദയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിന്നെ തന്നെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുകയാണെങ്കിൽ അവനെ അന്വേഷിക്കുക. സമയത്തിൽ ലഭിക്കുന്ന സമയങ്ങളിൽ യഹോവയെ അന്വേഷിക്കുക. അവൻ്റെ വചനങ്ങൾ കേൾക്കുക. ഹല്ലേലൂയ. അവൻ നിൻ്റെ വിഷയങ്ങൾക്ക് മറുപടിയായി തന്നെ എത്തും.
ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കേട്ടപ്പെട്ട വചനപ്രകാരം നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കും. പക്ഷേ ദൈവവചനം പറയാണ്, ബലഹീനനെ ശക്തനാക്കുന്നൊരു ദൈവം, ഉൾക്കരുത്തില്ലാത്തവരെ ബലപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. അവൻ്റെ പേരാണ് നസ്രാന യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ വിധ പ്രശ്നങ്ങളാലും പ്രതിസന്ധിയിലായിരിപ്പുണ്ടെങ്കിൽ മനുഷ്യനെ തേടല്ല. സഹായിപ്പാൻ കഴിയാത്ത ഈ മനുഷ്യന്മാരെ നമ്മൾ ആശ്രയം വെക്കല്ല. ഒരേ ഒരു ആശ്രയം, മറ്റൊരുത്തനിലും നമുക്ക് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം എന്നെ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.